JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മിൽമയുടെ ജൂനിയർ സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്, പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The cooperative movement in India officially began with the passing of. The cooperative movement in India officially began with the passing of. അതായത് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ഔദ്യോഗികമായി ആരംഭിച്ചത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. അതായത് 1904 സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. കർഷകർക്ക് ന്യായമായ നിരക്കിൽ വായ്പ നൽകുന്നതിനായാണ് ഇത് നടപ്പിലാക്കിയത്. The Cooperative Credit Societies Act 1904 marked the beginning of the cooperative movement in India. It was enacted to provide credit to farmers at reasonable rates. അപ്പോൾ the cooperative movement in India, ഇന്ത്യയില് officially began with the passing of Cooperative Credit Societies Act 1904. 1904 സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം. The father of cooperative movement in India is. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? സർ ഫ്രെഡറിക് നിക്കോൾസൺ ആണ് അല്ലേ. സർ ഫ്രെഡറിക് നിക്കോൾസൺ recommended the introduction of cooperative credit societies in India. ഇന്ത്യയിലെ സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റികൾ ആരംഭിക്കാൻ സർ ഫ്രെഡറിക് നിക്കോൾസൺ ശുപാർശ ചെയ്തു. അപ്പോൾ the father of the cooperative movement in India is സർ ഫ്രെഡറിക് നിക്കോൾസൺ. The All India Rural Credit Survey 1954 recommended strengthening. അതായത് 1954 അഖിലേന്ത്യാ ഗ്രാമീണ വായ്പാ സർവേ ശുപാർശ ചെയ്തത് ശക്തിപ്പെടുത്തൽ. അപ്പോൾ ഏതാണ് ഇതിന്റെ അകത്ത്? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ. ഗ്രാമീണ വായ്പകളില് സഹകരണ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം സർവേ ഊന്നിപ്പറയുകയും 1982 നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ് പോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ റെക്കമെൻഡഡ് സ്ട്രെങ്തനിങ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്ത ചോദ്യം. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്പറേഷൻ ഫ്ലഡ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതുമായിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? മിൽക്ക് പ്രൊഡക്ഷൻ ആണ് അല്ലെ. മിൽക്ക് പ്രൊഡക്ഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കുന്നതിനായി 1970 വർഗീസ് കുര്യന്റെ നേതൃത്വത്തില് ഓപ്പറേഷൻ ഫ്ലഡ് വൈറ്റ് റെവല്യൂഷൻ ആരംഭിച്ചു. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മിൽക്ക് പ്രൊഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. The ആനന്ദ് മോഡൽ ഓഫ് കോർപ്പറേഷൻ ഈസ് റിലേറ്റഡ് ടു. ആനന്ദ് സഹകരണ മാതൃക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കി. ഏതാണ്? ഡയറി ഇൻഡസ്ട്രി ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. ഗുജറാത്തിലെ അമൂൽ ആണ് ആനന്ദ് മോഡല് വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിൽ ഉടനീളമുള്ള ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾക്ക് ഇത് ഒരു മാതൃകയായി മാറി. ഇത് ആനന്ദ് മോഡൽ ഓഫ് കോർപ്പറേഷൻ ഈസ് റിലേറ്റഡ് ടു ഡയറി ഇൻഡസ്ട്രി. അടുത്ത ക്വസ്റ്റ്യൻ. The state level apex dairy cooperative federation is Kerala is. The state level apex dairy cooperative federation in Kerala is. കേരളത്തിലെ സംസ്ഥാന തല അപ്പെക്സ് ക്ഷീര സഹകരണ ഫെഡറേഷൻ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? മിൽമയാണ് അല്ലെ. മിൽമയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ക്ഷീര സഹകരണ ഫെഡറേഷൻ ആണ് കേരള സഹകരണ പാൽ വിപണന ഫെഡറേഷൻ മിൽമ. അപ്പോൾ the state level apex dairy cooperative federation Kerala is മിൽമ. അടുത്ത ചോദ്യം. The 97th Constitutional Amendment Act 2011 is related to. 2011 97ാമത് ഭരണഘടനാ ഭേദഗതി നിയമം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. 2011 97ാമത് ഭരണഘടനാ ഭേദഗതി നിയമം
ഭരണഘടനയിലെ ഭാഗം 9B ചേർത്തുകൊണ്ട് സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകി. ഓർത്തിരിക്കണം കേട്ടോ. The 97th Constitution Amendment Act 2011 is related to cooperative societies. The Kerala Cooperative Societies Act was enacted in Kerala സഹകരണ സംഘം നിയമം നിലവിൽ വന്നത് എന്നാണ്. കേരള സഹകരണ സംഘം നിയമം നിലവിൽ വന്നത് എന്നാണ് എല്ലാവർക്കും അറിയാം. 1969 അല്ലേ. കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രേഷനും പ്രവർത്തനവും നിയന്ത്രിക്കുന്നത് 1969 കേരള സഹകരണ സംഘം നിയമമാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. The short-term rural credit structure in Kerala consists of. The short-term rural credit structure in Kerala consists of. കേരളത്തിലെ ഹ്രസ്വകാല ഗ്രാമീണ വായ്പാ ഘടനയിൽ ഇവ ഉൾപ്പെടുന്നു. ഏതാണ് ഉൾപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഈ ത്രിതല ഘടന കർഷകർക്ക് ഹ്രസ്വകാല ഇടത്തരം വായ്പകളൊക്കെ നൽകുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇല്ല. അത് കേരള ബാങ്കായിട്ട് ലയിച്ച് കേരള ബാങ്ക് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് കേരള ബാങ്കായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അടുത്ത ചോദ്യം. വിച്ച് സെക്ടർ ഇൻ മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കോഓപ്പറേറ്റീവ്സ് ഇൻ കേരള? കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങള് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന മേഖല ഏതാണ്? ആർക്കൊക്കെ അറിയാം? കൃത്യമായിട്ട് ആൻസർ. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങള് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന മേഖല ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഡയറി ആണല്ലേ. മിൽമ പോലുള്ള ക്ഷീര സഹകരണ സ്ഥാപനങ്ങള് കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. അപ്പോൾ which sector is most influenced by cooperatives in Kerala? Dairy. Aroshin. The Apex Dairy Cooperative Federation in Kerala is. The Apex Dairy Cooperative Federation in Kerala is. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ക്ഷീര സഹകരണ ഫെഡറേഷൻ ഏതാണ്? മിൽമയാണല്ലേ. മിൽമ എന്നറിയപ്പെടുന്ന കേരള സഹകരണ പാൽ വിപണന ഫെഡറേഷൻ ആണ് പരമോന്നത സ്ഥാപനം. അടുത്ത ചോദ്യം. The dairy cooperative structure in Kerala follows the pattern of. കേരളത്തിലെ ക്ഷീര സഹകരണ ഘടന ഇനി പറയുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? ദ ആനന്ദ് മോഡൽ അല്ലെ. ആനന്ദ് മോഡലിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. ഗുജറാത്തിലെ അമൂലാണ് ആനന്ദ് മോഡൽ വികസിപ്പിച്ചെടുത്തത്. പിന്നീട് കേരളത്തിൽ ഇത് സ്വീകരിച്ചു. അപ്പോൾ ദ ഡയറി കോഓപ്പറേറ്റീവ് സ്ട്രക്ചർ ഇൻ കേരള ഫോളോസ് ദ പാറ്റേൺ ഓഫ് ആനന്ദ് മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ. The dairy development project implemented in Kerala with World Bank assistance was. അതായത് ലോക ബാങ്ക് സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കിയ ക്ഷീര വികസന പദ്ധതി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെ. ഓപ്പറേഷൻ ഫ്ലഡ് അതായത് വൈറ്റ് റെവല്യൂഷൻ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം ക്ഷീര സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തി. അപ്പോൾ ദ ഡയറി ഡെവലപ്മെന്റ് പ്രൊജക്ട് ഇംപ്ലിമെന്റഡ് ഇൻ കേരള വിത്ത് വേൾഡ് ബാങ്ക് അസിസ്റ്റൻസ് വാസ് ഓപ്പറേഷൻ ഫ്ലഡ്. അടുത്തത്. ദ മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഈസ് അണ്ടർ. അതായത് മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ താഴെ പറയുന്നവയാണ്. ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? മിൽമയാണല്ലേ. കേരള സഹകരണ പാൽ വിപണന ഫെഡറേഷൻ മിൽമയുടെ കീഴിലാണ് മലബാർ യൂണിയൻ പ്രവർത്തിക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കണം. മലബാർ യൂണിയൻ പ്രവർത്തിക്കുന്നത് മിൽമയുടെ കീഴിലാണ്. പ്രത്യേകം ഓർത്തിരിക്കണം. കേരള സഹകരണ പാൽ വിപണന ഫെഡറേഷൻ മിൽമ കീഴിലാണ് മലബാർ യൂണിയൻ പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം. ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മിൽമ ഈസ് ലൊക്കേറ്റഡ് അറ്റ്. മിൽമയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം അല്ലെ. തിരുവനന്തപുരം ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ഈസ്. കേരളത്തിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ഈസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? എൻഷുർ ഫെയർ പ്രൈസ് ടു ഫാർമേഴ്സ്. അതായത്
ക്ഷീര സഹകരണ സംഘങ്ങള് ഇടനിലക്കാരെ ഒഴിവാക്കുകയും പാൽ ഉൽപാദകർക്ക് ന്യായമായ വേതനം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ the main objective of dairy cooperative societies in Kerala is ensure fair price to farmers. അടുത്ത ചോദ്യം, the national institution that played a key role in promoting dairy cooperative is ക്ഷീര സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ദേശീയ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? NDDB ആണല്ലേ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അതായത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഡയറി ഡെവലപ്മെന്റും ഓപ്പറേഷൻ ഫ്ലഡും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ the national institution that played a key role in promoting dairy cooperative is NDDB. അടുത്ത ചോദ്യം, the white revolution in India is associated with ഇന്ത്യയിലെ വെള്ള വിപ്ലവം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ വൈറ്റ് റെവല്യൂഷൻ. പ്രത്യേകം ഓർത്തിരിക്കണം, ഫാദർ ഓഫ് ദ വൈറ്റ് റെവല്യൂഷൻ ആരാണ്? വർഗീസ് കുര്യൻ. Dairy cooperative movement in Kerala significantly contributes to കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനം താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ഗണ്യമായി സംഭാവന ചെയ്യുന്നു. ഏതിനാണ് ഗണ്യമായി സംഭാവന ചെയ്യുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, റൂറൽ എക്കോണമി. അതായത് ഇത് പാൽ ഉൽപാദകർക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നതിലൂടെ കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.